പറമ്പിൽ നിന്ന് ഓടിപ്പോയി ശ്രദ്ധിക്കൊണ്ട് വരും. അത്രേ ആവശ്യമുള്ളൂ. കാരണം പറമ്പ് നിറച്ച് ചുള്ളിലൊക്കെ വീട് കിടക്കുകയാണല്ലോ. ഞാൻ സംഭരിച്ച് വയ്ക്കുന്ന പാടൊന്നും ഒന്നുമില്ല. പറമ്പിലോട്ട് പോകും, പെറുക്കിക്കൊണ്ട് വരും, അങ്ങനെയാണ്. അതേ സമയത്ത് എന്നിട്ടോ മഴക്കാലം ആകുമ്പോൾ ഇതൊന്നുമില്ലല്ലോ. കുറച്ചൊക്കെ സംഭരിക്കും, ശേഖരിക്കും എങ്കിൽ പോലും. അപ്പോൾ ഈ പച്ച വിറക് കൊണ്ടുവന്ന് ഊതി 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 അവരുടെയൊക്കെ കണ്ണിൽ നിന്നൊക്കെ അങ്ങനെ വെള്ളമൊക്കെ വന്ന് അന്നത്തെ സ്ത്രീകൾ മുക്കാലും പേര് വലിയ ഒരുക്കങ്ങളൊന്നുമില്ലേ പോലും കണ്ണെഴുതും. അപ്പം ഈ കരി പുരണ്ട കണ്ണുനീരിങ്ങനെ ഒലിച്ചു വീഴുന്നൊക്കെ എനിക്ക് കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ്. ഇങ്ങനെ മൂക്ക് ചീറ്റി കണ്ണും നിറഞ്ഞ് കണ്ണീന്ന് കണ്ണുനീര് ഒഴുകി മുഖമൊക്കെ അങ്ങനെ തുടുത്ത് കറുത്തിരിക്കുന്നവരുടെ പോലും മുഖം തുടുക്കും. അത്രയ്ക്കും മഴക്കാലത്തെ അടുപ്പിനോടുള്ള മല്ലിടലാണ്. ആ കാലഘട്ടം ഞാൻ ഓർത്തു പോവുകയായിരുന്നു. ഈ ഗ്യാസ് ഒന്നും വന്നില്ലല്ലേ. ഇപ്പം എത്രയോ കാലം 50 കൊല്ലമൊക്കെ അല്ലേ ആയുള്ളൂ, അല്ലേ 70 കൊല്ലം അല്ലേ ആയുള്ളൂ ഗ്യാസൊക്കെ വന്നിട്ട്. 70 ആയാലും ഒരു 50-55 കൊല്ലം. അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിൽ കൂടി ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഇതാ വർക്ക് ഏരിയയിൽ കൂടെ നിങ്ങൾ കാണുന്നില്ലേ, വർക്ക് ഏരിയയുടെ ജനലിൽ കൂടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുക, ശക്തമായ മഴ. അപ്പോൾ ഞാനിങ്ങനെ അവരെയൊക്കെ ഒന്ന് ഓർത്തുപോയി. സത്യത്തിൽ ഇന്ന് നമുക്ക് ആ ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടോ. ഇതാ വെള്ളം, ചുക്ക് വെള്ളം തിളച്ചു. ഇനിയിപ്പം വേണമെങ്കിൽ ഒരു ചൂട് ചായ വയ്ക്കാം. ചായ കുറച്ചിരിക്കുന്നു, കുറച്ച് ചായ വയ്ക്കാം. സ്വിച്ച് ഓൺ ചെയ്തു, കത്തിച്ചു. ഇതൊക്കെ അല്ലേ ഉള്ളൂ. എന്നാ ഇനി എന്താ ഇഡലി പകർന്നു വെച്ചോന്ന് നമുക്ക് പറയാം അല്ലേ. ആ ഓർമ്മകൾ എന്നാലും അതൊക്കെ മധുരിക്കുന്ന ഓർമ്മകൾ തന്നെയായിരുന്നു. ഗ്രൈൻഡർ വെച്ചു, അരിയിട്ടു. അരി കുതിരാനിട്ട് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഗ്രൈൻഡർ കുത്തി സ്വിച്ച് ഇട്ടു, അര തന്നെ. ഇന്നിതൊന്നുമില്ല. അന്നിതൊന്നുമില്ല. ആട്ടുകല്ലിൽ എത്രയോ മണിക്കൂർ. ഞങ്ങൾ കുട്ടികളുടെ വൈകിട്ട് വന്നാലത്തെ ജോലി ചെറിയ കുട്ടികളല്ല. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വൈകിട്ടത്തെ അരിയരമൊക്കെ നമ്മളാണ്. ഞാനും എൻ്റെ സഹോദരന്മാരും. ഒരാൾ കുറച്ച് അടിക്കുമ്പോൾ അവന്മാരെ വിളിക്കടാ, ഒന്ന് സഹായിക്കടാമെന്ന് പറയും. അപ്പം അവർ വരും. ഇന്നത്തെ പോലെ അനുസരണക്കേടൊന്നുമില്ല. അത് കുട്ടികൾക്ക് അനുസരണമുണ്ട്. ഇല്ലെങ്കിൽ മുതിർന്നവരുടെ കയ്യിൽ നല്ല പെട കിട്ടും. ഞാൻ ഇഡലി ഒഴിച്ചു വയ്ക്കുകയാണ്. ആ കാലത്ത് മഴക്കാലമായ ദുരിതകാലമാണ്. പഞ്ഞവും പട്ടിണിയും എല്ലാം ഉണ്ട്. എത്ര പണക്കാരുടെ വീട്ടിലും വിഷമങ്ങളാണ്. അധികവും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണല്ലോ പല ആളുകൾ. അപ്പോൾ ഈ സമയത്ത് ഒന്നുകിൽ കൃഷിനാശം കൊയ്യാറാകുമ്പോഴത്തേക്ക്, ചിങ്ങം അടുക്കുമ്പോഴത്തേക്ക് ഈ കാലവർഷം ഒട്ടുമുക്കാലും കൃഷികളെ നശിപ്പിച്ചു കഴിയും. മാവ് പിടിക്കട്ടെ, അങ്ങനത്തെ ഒരു കാലമാണ്. ഞാനിങ്ങനെ ഈ ഇഡലി വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയും അമ്മൂമ്മയും വരെ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ഇപ്പോ ഇന്നലെ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അരകല്ലൊന്നും ആർക്കും തൊടണ്ടല്ലോ. ഇവിടുത്തെ അരകല്ല് എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇഡ്ലിപ്പൊടി പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഇഡ്ലിപ്പൊടി പൊടിക്കുന്നത് ഇതൊന്നും പണ്ട് പൊടിക്കുന്നതൊക്കെ ഒരലല്ലേ. ഒരലാണല്ലോ പണ്ട്. ഒരലും അരകല്ലും ആട്ടുകല്ലും. ഇന്നത്തെ കുട്ടികൾക്ക് ഇതുവല്ലോ കേട്ട് കഴിവ് പോലും ഉണ്ടോ? അവരുടെ അമ്മമാർക്ക് പോലും ഇന്നിതൊന്നും കേട്ട് കഴിവില്ല. ഞാൻ എൻ്റെ കാലഘട്ടത്തിലെ ആൾക്കാരെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ.
എനിക്ക് പെട്ടെന്ന് ഇന്ന് ഈ മഴ ഇങ്ങനെ കലശലായിട്ട് പെയ്തപ്പോൾ ഞാൻ ഒരു പിന്നെ 8:30 മണി കഴിഞ്ഞു. 9 മണിയായി ഞാൻ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ. അന്നോ വെളുപ്പാങ്കാലത്തെ എഴുന്നേറ്റ് കയറിയാലേ 9 മണിയാകുമ്പോഴത്തേക്കോ 9:30 ആകുമ്പോഴത്തേക്കോ ആഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ 8 മണി കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറി ഉടനെ തന്നെ രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിച്ചു, അത് പോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ചായ വെച്ചു, ഇതപ്പം ചുക്കുവെള്ളം വെച്ചു, അത് തിളച്ചു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇഡലി വെച്ചു. ഇഡലി ഒഴിച്ചു വെച്ചത് കത്തിക്കാൻ വന്നു. കത്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ തിരി കുറവായിരുന്നു, അത് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ആവി വന്നു കഴിഞ്ഞല്ലേ ഞാൻ ഇഡലിത്തട്ട് വെച്ചത്, ഇഡലിപ്പാത്രം വെച്ചത്. അത് കാരണം അത് ഇപ്പോഴാകും കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ ഞാൻ ഇങ്ങനെ മഴക്കാലത്ത് ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ അന്ന് കുടയൊന്നും ഇല്ലെന്ന്. വാഴയിലയില്ല, നീളത്തിലുള്ള വാഴയില. ആ വാഴയില വെട്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും ഓരോ ഇല കൊടുക്കും. അത് അടുത്ത വീട്ടിലെ കുട്ടികളും ചേർന്ന് 2-3 പേര് കൂടിയാണ് ഈ വാഴയില കുടയായിട്ട് പിടിക്കുന്നത്. കുടയും ചെരുപ്പും ഒന്നും ആർക്കും ഇല്ല എൻ്റെ കുട്ടിക്കാലത്ത്. വാഴയില ചുട്ടുപോകും. അത് 2-3 കുഞ്ഞുങ്ങൾ കൂടി പോകും. ഇന്നാണേലോ കുടയുണ്ടെങ്കിലും സ്വന്തം കുടയിലേക്ക് വേറെ കുട്ടിയെ കയറ്റുകയില്ല. കുട്ടികൾക്ക് കയറേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നുമില്ല. ഇന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും സുഖസൗകര്യങ്ങളുണ്ട്. അത് കാരണം അവർക്ക് അവരവർ സുഖം അനുഭവിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ദുഃഖം അവരറിയുന്നില്ല. അതുകൊണ്ട് കൂടെയുള്ള കുട്ടികളെ അവരുടെ കുടയിൽ കയറ്റുകയോ ഷെയറിങ്ങും കെയറിങ്ങും ഒന്നുമില്ല ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക്. സെൽഫിഷാണ് കുട്ടികളൊക്കെ. നിങ്ങൾ വിചാരിക്കേണ്ട ടീച്ചർ മുത്തശ്ശി തുടങ്ങി ഇന്നത്തെ കുട്ടികളിലേക്ക് എന്തിനാ പോയെന്ന്. ഇത് രണ്ടും ഇൻ ബിറ്റ്വീൻ, ഇതിൻ്റെ ഇടയിലുള്ളവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഈ 3 തലമുറയെക്കുറിച്ചും കാണാൻ പറ്റി. ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം. അപ്പോൾ രാവിലെ പിള്ളേരെ എല്ലാം സ്കൂളിൽ വിടണം, സഹായത്തിനൊന്നും ആരുമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മൂമ്മയും അമ്മയും കൂടെ കയറുന്നത്. അമ്മൂമ്മയ്ക്ക് വയ്യാതായപ്പോൾ അച്ഛൻ അമ്മയെ നല്ലോണം സഹായിച്ചിരുന്നു. അപ്പോൾ ഈ കരിപുരണ്ട കണ്ണുനീരും ആ കണ്ണുനീര് കൈയോടുകൂടി ഒഴുകുന്ന കണ്ണുനീരും, അവർ കൺമഷി തലേ ദിവസം തേച്ചതായിരിക്കും. ഇന്നത്തെ പോലെ പ്രഭാതത്തിൽ കുളിയൊന്നും വന്നില്ല. എല്ലാ ജോലിയും കഴിഞ്ഞ് 10-10:30 കുളിക്കാൻ. ചിലയിടത്ത് അതുമല്ല, എല്ലാ ജോലിയും കഴിഞ്ഞ് രാത്രിയിലായിരിക്കും കുളിക്കുന്നത്. അതുവരെ അവർക്ക് ഒഴിവില്ല. നെല്ല് കുത്തണം, അരി അരയ്ക്കണം, ചോറ് വയ്ക്കണം, അരി ആട്ടണം, ഇങ്ങനെയെല്ലാം. ആ കാലഘട്ടത്തിൽ മിക്കവാറും വീടുകളിലെ വിശേഷത്തിനൊക്കെയാണ് പലഹാരം. അല്ലാത്തപ്പൊക്കെ കഞ്ഞി പഴങ്കഞ്ഞി ഒക്കെയാണ്. കലത്തിൽ അടുപ്പത്ത് അരിയിട്ട്, അത് ഈ വേഗാത്ത അരിയൊക്കെ ആയിരിക്കും. റേഷൻ കടയിൽ നിന്ന് കൊണ്ടിരുന്ന അരിയുടെ കാര്യം പറയുകയും വേണ്ടല്ലോ. അതൊക്കെ വേഗണയിൽ എത്ര നേരം വേണമെന്നറിയാം. പക്ഷേ അടുപ്പത്ത് തീ കത്തിച്ച് കലത്തിൽ വെന്ത് പാകമായി വരുന്ന ഭക്ഷണം അതൊരു പ്രത്യേക രുചിയും ഗുണവും മണവും. അന്ന് ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ല. ഇതുമാതിരി വിഷമയമായൊരു ജീവിതമേ അല്ലായിരുന്നു ഞങ്ങളുടെ. ഇപ്പം മൊത്തം വിഷമല്ലേ. ഇത് മനുഷ്യൻ തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ സംസ്കാരം മാറി പണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ മനുഷ്യർ തന്നെയാണ് ഈ വിഷങ്ങളെല്ലാം കുത്തിവയ്ക്കുന്നത്. എന്നിട്ട് 10 മണിക്ക് സ്കൂളിലെത്തണമെങ്കിൽ 9 മണിക്കെങ്കിലും പോകണം. വാഹനങ്ങളില്ല. ഞാൻ 9ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ വഴിക്ക് കൂടെ ഒരു ബസ്, സിബി എന്ന് പറയുന്നൊരു ബസ്, 10 പൈസയാണ്. അന്ന് 7-8 കുട്ടികൾ 10-12 വരെയുണ്ട്. ഈ 10 പൈസ വെച്ചിട്ട് ഇത്ര എണ്ണത്തിന് കൊടുക്കണേൽ എവിടെ പോകുന്നു? അങ്ങനെയൊരു കാലം. നമ്മുടെ ഇഡലി ആവി കയറുന്നു. പിന്നെ അപ്പം നടന്നാ പോകുന്നത്.
ഒരു 9 മണിക്കെങ്കിലും ഇറങ്ങിയാൽ ദൂരെയാണ് സ്കൂള്. കുന്നന്താനം എന്ന് പറയും. കുന്നന്താനം NSS ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ എത്തണമെങ്കിൽ ഒരു 4 കിലോമീറ്റർ നടക്കണം. ഒരുപാട് ദൂരം. 4 കിലോമീറ്റർ ഈ 10 വയസ്സും 15 വയസ്സും 8 വയസ്സുള്ള കുഞ്ഞുങ്ങളായി നടന്നു പോകുന്നത്. ഒരു പറ്റം ജാഥയായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതിനിടയിലെ കഥകളാണ്. പുളി കൊണ്ടുവരിക, മാങ്ങ കൊണ്ടുവരിക, ഉപ്പും മാങ്ങയും കൂടെ കൊണ്ടുവരിക, മുളകിട്ട് പുരട്ടിയിട്ട് മാങ്ങ കൊണ്ടുവരിക. ആർക്കെങ്കിലും 10 പൈസ കയ്യിലുണ്ടവർ അവർ നടക്കും. എന്തിനാണ്? എല്ലാവർക്കും കൂടെ ചേർന്ന് നാരങ്ങ മിഠായി വാങ്ങിക്കാൻ. ആ നാരങ്ങ മിഠായിയുടെ സ്വാദ് ഇന്നും എൻ്റെ നാവിൽ നിന്ന് പോയിട്ടില്ല. ആ ഓർമ്മകൾ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം. സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും ബെല്ലടിച്ച് കഴിഞ്ഞു കാണും. പക്ഷേ ഈ അമ്മയ്ക്കും വീട്ടിലുള്ളവർക്കും ഈ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടണമെങ്കിൽ ഈ മഴക്കാലത്ത് എത്രമാത്രം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുള്ള കാര്യം ഞാൻ ഓർത്തു പോയതാണ് കേട്ടോ. അതങ്ങ് പറഞ്ഞതാണ്. വിറക് കത്തുകയില്ല മഴക്കാലമായാൽ. അപ്പോഴത്തെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ, ആ അമ്മമാരുടെയൊക്കെ ദുരിതം. അതിനിടയിൽ കൂടെ കുട്ടികൾ നമ്മൾ വിശന്നാൽ പാകമായിട്ടുണ്ടാകില്ല ഫുഡ്. വിശക്കുന്നു എന്നും പറഞ്ഞ് ചെന്നാലേ നല്ല 2 പെടയും കൂടെ അതിനിടയ്ക്ക് നീ പോയി അവിടെ അല്ലെങ്കിൽ നീ പോയി പശുക്കൂട് കഴുകാൻ പറയും, അല്ലെങ്കിൽ എരുത്തിൽ വൃത്തിയാക്കാൻ പറയും. ഇന്ന ജോലികൾ ഓരോ കുട്ടികൾക്കും നിഷ്കർഷിച്ചിട്ടുണ്ട്, അവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസം അത് പറയണ്ട. എല്ലാ കുട്ടികളും അവരവരെ ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്തിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ കൃത്യനിഷ്ഠ പഠിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് ഇതൊന്നുമില്ലല്ലോ. 10, 20, 22, 25 വയസ്സായി വിവാഹം കഴിച്ച് വിടുമ്പോഴും ഒരു ചായ വയ്ക്കാൻ അറിയാതാണ് ഇപ്പം പിള്ളേർ വളരുന്നത്. അതൊക്കെ പോട്ടെ, അവർക്ക് ആ സുഖ സൗകര്യങ്ങൾ കിട്ടിയത് നമുക്ക് സന്തോഷിക്കാം. നമുക്ക് കിട്ടാത്ത ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടിയത് നമുക്ക് സന്തോഷിക്കാം. അപ്പോൾ ഈ വിറകൂതുന്ന എൻ്റെ അമ്മയെയും ഒക്കെ ഞാനങ്ങ് ഓർത്ത് വിഷമിച്ചു. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ. സ്വിച്ചിട്ട ലൈറ്റ് കത്തുന്നു. അന്ന് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. ഇന്ന് കുട്ടികൾക്ക് ഇതൊക്കെ ഒരു കടങ്കഥയായിട്ട് തോന്നാം. എൻ്റെ ഏജിലുള്ളവരൊക്കെ കുറച്ച് പേരൊക്കെ കാണുമല്ലോ, അവർക്കറിയാം അന്ന് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ മെഴുകുതിരി പോലും ഇല്ല കേട്ടോ. അതാണ് ഒരു കാലം. അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്രഭാതത്തിൽ ഇഡ്ഡലിപ്പൊടി ആണ്. നിങ്ങളെല്ലാവരും പ്രഭാത ഭക്ഷണത്തിൻ്റെ തിരക്കിലാണെന്ന് എനിക്കറിയാം. എല്ലാവരും മഴയാണെന്നറിയാം. മഴയത്തൊക്കെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു ശുഭ ദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. താങ്ക് യു സോ മച്ച്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും സുഖമായിരിക്കട്ടെ. സുപ്രഭാതം.